കൊട്ടിഘോഷിച്ച് ശബരിമല അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ ഒരുങ്ങുന്ന സംസ്ഥാന സർക്കാർ ഈ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല എന്നുള്ളതൊരു സത്യം. അതാ യുവതീ പ്രവേശനത്തിന് മുമ്പും പിമ്പും നിരവധി സംഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തെ, സനാതനധർമ്മ വിശ്വാസത്തെ പരിഹസിക്കുന്ന നിരവധി നടപടികൾ ഈ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തതാണ് ഈ ശബരിമല ക്ഷേത്രത്തിൽ, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സോപാനത്തിന് സമീപം ചെരുപ്പിട്ടുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്നിരിക്കുന്നു. എന്താണ് സാർ, ഈ സർക്കാരിനും പോലീസിനും ഒന്നും ഹിന്ദുക്കളുടെ വിശ്വാസത്തെ, അവരുടെ വികാരങ്ങളെ, ശബരിമല എല്ലാ ഭക്തർക്കും, എല്ലാ വിഭാഗത്തിലുള്ള, എല്ലാ മതവിഭാഗത്തിലുള്ളവർക്കുമായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന, പ്രവേശനം അനുവദിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ യുവതീ പ്രവേശനത്തിന് മാത്രമേ വിലക്കുള്ളൂ. അങ്ങനെയുള്ള ആ വികാരത്തെ മാനിക്കാൻ ഈ സംസ്ഥാന സർക്കാരും കേരള പോലീസും ഒന്നും തയ്യാറല്ലേ? എന്താണ് അവരുടെ ഉദ്ദേശം? ഈ സർക്കാരിന് ശബരിമലയിൽ എന്തുമാകാം എന്നുള്ളതാണ് നമ്മൾ ഈ യുവതീ പ്രവേശം മുതൽ ഇങ്ങോട്ട് കണ്ടുവരുന്നത്. അതും ഒരു സാധാരണപ്പെട്ട ഒരാളൊന്നും അല്ല അവിടെ ഈ പാദരക്ഷകൾ ഇട്ട് കയറിയത്, പോലീസുകാരനാണ് അല്ലേ? അതെ, പോലീസുകാരൻ എന്താ അറിയാത്ത കാര്യമാണ്. ക്ഷേത്രത്തിനുള്ളിൽ, അത് ശബരിമല എന്നല്ല, ഏത് ക്ഷേത്രത്തിനകത്തായാലും ചിത്രസഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതെ, ഏത് ക്ഷേത്രത്തിനകത്താണെങ്കിൽ പോലും ചെരുപ്പിട്ട് കയറത്തില്ല, പാടില്ല. അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഇത് ബോധപൂർവമായിട്ട് ധിക്കാരം, ഡ്യൂട്ടിക്ക് ചെന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ശബരിമലയിലെ അവിടെ ദർശനത്തിന് ചെന്ന ആളല്ല, അദ്ദേഹം ഡ്യൂട്ടിക്ക് പോയതാണ്. പോലീസ് വേഷത്തിൽ അവിടെയുള്ള എല്ലാ പോലീസുകാരും ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഈ ചെരുപ്പില്ലാതെയാണ്. ചെരുപ്പ് മാത്രം ഇവർ ഇൻ ചെയ്ത് നിൽക്കത്തില്ല. ഷർട്ട് പുറത്തേക്ക് ഊരിയിട്ട്, അത് പുറത്താകാം, 18-ാം പടിക്ക് താഴെയോട്ട് പക്ഷെ അവിടെയും ചെയ്യാറില്ല. അവിടെ 18-ാം പടി കയറി, അതായത് ശബരിമല ഒരു പ്രത്യേക രീതിയിലാണ് ക്ഷേത്രം. അതെ, ഒന്ന് കാനന ക്ഷേത്രം, രണ്ട് ഈ 18-ാം പടി കയറി കഴിഞ്ഞാൽ 4 ആൾ പൊക്കത്തിലാണ് ഈ ചുറ്റും മതിലുണ്ട്, 4 ആൾ പൊക്കത്തിൽ. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണിത ക്ഷേത്രമാണ്, കൊടും വനത്തിനകത്താണ് ക്ഷേത്രം ഇരിക്കുന്നതെന്ന് ഓർക്കണം. അന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട്, വലിയ വൻ മൃഗങ്ങളൊക്കെ ഇറങ്ങി സഞ്ചരിക്കുന്ന ഇടമാണ്. വന്യമൃഗങ്ങള് അവിടെ ഈ തീർത്ഥാടന കാലം കഴിഞ്ഞാൽ പിന്നെ അത് വന്യമൃഗങ്ങളുടെ വിഹാരകേന്ദ്രം. പണ്ട് കാലത്ത് തീർത്ഥാടനത്തിന് പോകുന്ന അവസരത്തില് വഴി വെട്ടി തെളിച്ചാണ് പോകുന്നത്, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ വലിയ ഘോര മൃഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് അകലം പ്രാപിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഈ 4 ആൾ ഉയരത്തിൽ ഈ ചുറ്റുമതില് കെട്ടിയിരിക്കുന്നത്. 18-ാം പടി കയറി വരുമ്പോൾ അതിന്റെ ഇരു സൈഡിലുമായിട്ടാണ് തേങ്ങ ഉടയ്ക്കുന്നത്. 18-ാം പടി കയറുന്നു. ഇതിനകത്ത് പ്രധാന അയ്യപ്പന്റെ വിഗ്രഹം, പിന്നെ നാഗം, ഗണപതി, തിടപ്പള്ളി, അവിടെ നിന്ന് ഫ്ലൈ ഓവർ വഴി മാളികപ്പുറത്തേക്കുമാണ് പോകുന്നത്. ഇതാണ്. അപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ വരെ ചെരുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം. പോലീസുകാരൊക്കെ ഡ്യൂട്ടിക്കുണ്ട്, പോലീസുകാര്, CRPF, അങ്ങനെ വിവിധ സേനകൾ എല്ലാവരും ഉണ്ട്. അവർക്ക് ചെരുപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഉപയോഗിച്ച് കയറുന്നവരുണ്ട്, നഗ്നപാതരായി പോകുന്നവരും ഉണ്ട്. അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ 18-ാം പടി മുതൽ അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല. ശബരിമലയിൽ ഷർട്ട് ധരിക്കാം, കാനന ക്ഷേത്രമായതുകൊണ്ട് അവിടെ വേറൊരു തരത്തിലുള്ള ആചാരമാണ്. അപ്പോൾ ഇപ്പൊ ശബരിമലയിലൊക്കെ പോലീസ് ഡ്യൂട്ടിക്ക് വിടുന്ന പോലീസുകാര് ചെയ്യേണ്ടത്, 18-ാം പടിക്ക് മുകളിൽ ഡ്യൂട്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ നേരത്തെ അറിയിച്ച് അവർ വ്രതമെടുത്ത് തന്നെ വരാൻ പറയണം. അപ്പൊ പറയും അത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന്. പ്രായോഗിക ബുദ്ധിമുട്ട് വരത്തില്ല. ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമുള്ള പോലീസുകാർ ധാരാളമുണ്ട്. ചോദിച്ചു വാങ്ങിച്ചു വരുന്നവരുണ്ട്. ശബരിമലയിൽ ഡ്യൂട്ടി ഇതാണ്. അപ്പൊ അവർക്ക് വലിയ സന്തോഷമാണ്. തീർത്ഥാടനകാലം മുഴുവൻ നിൽക്കുന്നവരുണ്ട്, 65 ദിവസവും ചോദിച്ചു വാങ്ങിച്ചു വരും. മാസപൂജയ്ക്കും അവിടെ അത്യാവശ്യത്തിന് ഡ്യൂട്ടിക്ക്
ഇടും, അല്ലെങ്കിൽ വിഷു, ഓണം ഈ സമയങ്ങളിലൊക്കെ. അങ്ങനെ ചോദിച്ചു വാങ്ങിക്കുന്നവരെ, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക. അപ്പൊ അവരതിൻ്റെ കറക്റ്റ് ആചാരം അനുസരിച്ച് തന്നെ അവര് പിന്നെ ചെരുപ്പിടാതെ അല്ലെ അവർ കെട്ടുനിറച്ചോ ഒക്കെ വേണേ വന്നുകൊള്ളട്ടെ, അങ്ങനെ ചെയ്യുക. അപ്പൊ അവർക്ക് മുൻഗണന കൊടുക്കുക. ഇത് എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ മാത്രമെന്നല്ല, മറ്റ് മതസ്ഥരിലുള്ളവരും കെട്ടുനിറച്ച് വരുന്നവരുണ്ട്. അപ്പൊ പോലീസ് ജീവനക്കാരിലും അതെ വിവിധ മതവിഭാഗങ്ങളിൽ അവര് ശബരിമലയിൽ വന്ന് തൊഴാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവരിലോടും ശബരിമല ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത് ചിങ്ങമാസത്തിൽ നട തുറന്ന സമയത്താണ് ഇതുണ്ടായത്, 5 ദിവസത്തേക്ക്. ഇനിയിപ്പോൾ ഓണത്തിന് നട തുറക്കും, ഒക്കെ ചെയ്യാമല്ലോ. വളരെ മുൻകൂട്ടി ഇവര് ലിസ്റ്റ് അത് ചാർട്ട് ചെയ്യുക. അതെ, ഡ്യൂട്ടിക്ക് ഇടുന്നു. അപ്പൊ ഇത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമോ അല്ലെ പത്തനംതിട്ടയിൽ നിന്ന് മാത്രമോ അല്ല, എല്ലാ ജില്ലകളിൽ നിന്നും ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അത് ഈ പോലീസിൽ മാത്രമല്ല, KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള എല്ലാ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവിടെ ജോലിക്ക് ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരാറുണ്ട്. ശബരിമലയിൽ എത്തിയാല് പണ്ട് നമ്മൾ ഈ പോലീസുകാരെന്ന് പറയത്തില്ല, പോലീസ് അയ്യപ്പന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് കേട്ടോ, പോലീസ് അയ്യപ്പന്മാരെന്നാ പറയുന്നത്. അയ്യപ്പന്മാർ അവിടെ പരസ്പരം അങ്ങനെ പേരല്ല വിളിക്കുന്നത്, എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരു ഭക്തി അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ പോലീസുകാർ പോലും പണ്ടും വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ്. എന്തിന് KSRTC ജീവനക്കാർ പോലും ടിക്കറ്റ് എടുക്കുമ്പോൾ സ്വാമി എവിടെ ഇറങ്ങുന്നു എന്ന് ചോദിച്ചാണ്, അഡ്രസ് ചെയ്തുകൊണ്ടാണ് പെരുമാറുന്നത്. അപ്പൊ അത് എല്ലാ ഇതിലും വരുന്നുണ്ട്. അവിടെ കച്ചവടം നടത്തുന്ന ഹോട്ടലുകാരായാലും എല്ലാവരും പരസ്പര, കാരണം എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന ഭക്തരൊക്കെ ഇപ്പൊ ഈ ചിത്രം എടുത്ത് സമൂഹ മാധ്യമത്തിൽ ഇട്ടു. അപ്പോൾ എന്താണ് ശബരിമലയിലെ ആചാരലംഘനം നടത്താമെന്ന് ഈ പോലീസുകാരൻ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെരുപ്പിട്ട് കയറുന്നുണ്ട്. പക്ഷെ അത് ഒരു മര്യാദയല്ല. ഒരു മുസ്ലിം ദേവാലയത്തിൽ ചെരുപ്പിട്ട് കയറുമോ? പള്ളിയിൽ കാല് വെട്ടും അല്ലെ? അറിയാതെയാണെങ്കിൽ പറയും. പക്ഷെ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഇത് അറിയാതെയൊന്നുമല്ല, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, 18ാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരുണ്ട് കേട്ടോ. അവർക്കൊക്കെ അവരെ നിർബന്ധമായിട്ടും അവർ വ്രതമെടുത്ത് തന്നെ വരാൻ പറയണം. കാരണം 18ാം പടി കയറുക എന്ന് പറഞ്ഞാൽ കെട്ട് നിറച്ച് വരുന്നവർ മാത്രമാണ് 18ാം പടി കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ ചോദിക്കുക, അല്ലാതെ പോയാൽ എങ്ങനെ ദർശനം നടത്താമെന്ന്. അല്ലാതെ പോയാൽ മറു സൈഡിൽ പടിയുണ്ട്, വഴിയുണ്ട്. അതുവഴി കയറി ദർശനം നടത്താൻ പ്രത്യേക ക്യൂ ഉണ്ട്. അപ്പോൾ ഈ കെട്ട് നിറയ്ക്കാതെ പടി ചവിട്ടാൻ പറ്റുന്നത് പന്തളം രാജാവിന് മാത്രമേ ഉള്ളൂ. അയ്യപ്പന്റെ വളർത്തച്ഛന് മാത്രമേ ഈ 18ാം പടി. വളർത്തച്ഛൻ ഒരിക്കലും കയറി നേരിട്ട് നിന്ന് അയ്യപ്പനെ ദർശിക്കത്തില്ല. കാരണം മകനല്ലേ അകത്തിരിക്കുന്നത്. മകനെ അച്ഛൻ തൊഴുത്തില്ലല്ലോ. അങ്ങോട്ട് കാണാം, ഇങ്ങോട്ട് കാണത്തില്ല, മറഞ്ഞു നിന്നാണ് തൊഴുന്നത്. ഇത് അച്ഛൻ കോവിലും ആ തരത്തിലാണ്. അല്ല, അതൊരു ആചാരമാണ്. അപ്പൊ അങ്ങനെ വളരെ 18 മലകളെയും പ്രതിനിധീകരിക്കുന്ന ഈ 18ാം പടി ഡ്യൂട്ടിയുണ്ട് പോലീസുകാര്. അരമണിക്കൂർ കൂടുമ്പോൾ ഇവരെ മാറ്റിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഈ 18ാം പടി ഒരു പ്രത്യേക രീതിയിലാണ് അതിന്റെ കുത്തനെയാണ്. നമ്മൾ ഇങ്ങനെ 1ാമത്തെ പടി കയറി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന കാണാം. അപ്പൊ ഈ പടി കയറി വരുന്നവര് വളരെ സൂക്ഷിച്ചു വേണം അവരെ. നല്ല ജോലിയാണ് ഈ 18ാം പടിയിൽ ഇങ്ങനെ 2 സൈഡിൽ നിൽക്കുന്ന പോലീസ്. അവർ കൃത്യമായി വ്രതമെടുത്ത് തന്നെ വരാൻ പറയണം. അവർ നിൽക്കുന്നതൊക്കെ അതിനനുസരിച്ചാണ്. അപ്പൊ അവിടെയൊക്കെ ആ ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമുള്ളവരെ അവിടെ ചോദിച്ച് അവർക്ക് ഇത് ലിസ്റ്റ് ഇട്ടു കൊടുക്കണം. ഇടയ്ക്ക് 18ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയതിനെ കുറച്ച് പോലീസുകാർക്കൊരു അത് കഴിഞ്ഞ വർഷമായി. ഇത് നോക്കുമ്പോ അതൊന്നും ഒരു വലിയ തെറ്റല്ല. 18ാം പടിയുടെ മുമ്പിൽ അതൊക്കെ പിന്നെ നമുക്ക് അത് ഭക്തിപൂർവ്വം അവർ ചെയ്തതാണ്. ഇത് പക്ഷെ അറിഞ്ഞുകൊണ്ട് ധിക്കാരം. അപ്പൊ ഇവരെയൊക്കെ ഒഴിവാക്കിയാൽ ശബരിമലയ്ക്ക് നല്ലതായിരിക്കും. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.